ഒരു ഓർത്തഡോക്സ് അച്ചായൻ്റെ പ്രതികരണം കാണുക. കഴിഞ്ഞ ആഴ്ച കുർബാനാനന്തരം പൊതുയോഗം നടക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തെ തുടർന്ന് കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ അടിപിടി കണ്ട ഒരു ഓർത്തഡോക്സ് അച്ചായൻ്റെ പ്രതികരണം കാണുക. എന്റെ പേര് വർഗീസ് ഡാനിയൽ മാത്തുക്കുട്ടി എന്ന് വിളിക്കും. ഞാൻ തുമ്പോൺ ഭദ്രാസനത്തിൽ വകയാർ ഡിസ്ട്രിക്റ്റിൽ ആമക്കുന്ന് പള്ളിയിലുള്ള ഒരു വ്യക്തിയാണ്. പള്ളിയുടെ ഒരു പൊതുയോഗത്തിന്റെ വഴക്ക് കണ്ട് ഇത് എവിടെ അവനെ ഇത് പെരിയമ്പ്ര, ഇടുക്കി ജില്ല. അല്ല, അത് പിന്നെ അച്ഛന് പിന്നെ പറഞ്ഞതെല്ലാം തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനത് കണ്ടിട്ട് അച്ഛന്മാർ വന്ന് പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. ഞാൻ തുമ്പോൺ ഭദ്രാസനക്കാരൻ്റെ പത്തനംതിട്ട ജില്ല. ഓർത്തഡോക്സ് തന്നെയാ? അതെ, 70 വയസ്സുള്ള ഒരാളാണ്. അപ്പൊ അത് ഞാനത് കണ്ടപ്പോൾ എനിക്കതിനകത്ത് അച്ഛന്റെ പ്രശ്നമായിട്ടാണ് അത് കാണുന്നത്. അതെ, അച്ഛന്റെ പ്രശ്നം ഒന്ന് ഓർത്ത് നോക്കിയ. അതായത് ഓർത്തഡോക്സ് സഭയ്ക്ക് 34 ഭരണഘടനയുണ്ടെന്നും ഭരണഘടന അനുസരിച്ചാണ് ഭരിക്കപ്പെടേണ്ടതെന്നും ഇവർ പറയുന്നു. അന്നേരം ആ 34 ഭരണഘടനയെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു പൊതുയോഗം എങ്ങനെ നടത്തണം, പൊതുയോഗം നടത്തുന്നതിനെ കുറിച്ച് അപ്രകാരം എല്ലാം ചെയ്തിട്ട് ഒരു പാതിരി രാവിലെ വന്ന് അത് പൊതുയോഗം നടക്കേണ്ടതിന്റെ രാവിലെ വന്ന് എനിക്ക് അസൗകര്യം ഉള്ളതുകൊണ്ട് ഞാൻ എന്റെ മെത്രാനോട് പറഞ്ഞ് മാറ്റി വെച്ചേക്കെന്ന് പറയുമ്പം ജനങ്ങൾ പിടിക്കണം. ആരാ? ഞാൻ മലങ്കര ഓർത്തഡോക്സ് സഭ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാ. ഇന്നും ഞാൻ പൊതുയോഗം കഴിഞ്ഞാൽ ഇവിടെ വന്നത് പള്ളിയിലെ. ഞാൻ ഈ ഭരണഘടന എന്റെ കുഞ്ഞിലെ മുതലേ ഭരണഘടന കാണാത്തവരാ കമ്മിറ്റിക്കാര്. ഭരണഘടന വായിക്കുകയും പഠിക്കുകയും അതിനകത്ത് നിയമങ്ങൾ അച്ഛനെതിരായിട്ട് പോകുന്നതും മെത്രാനെതിരായിട്ട് പോകുന്നതും അയ്മേനിക്കെതിരായിട്ട് പോകുന്നതും എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാനിങ്ങനെയൊക്കെ കേൾക്കുന്ന കാര്യത്തിന് ഞാനല്ലാതാ. ഇന്ന് കത്തോലിക്ക പള്ളിയിലെ അച്ഛന്മാർക്ക് സർക്കിളിന്റെ പവറാ. ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഇരിക്കണം, ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറങ്ങണം. അവരുടെ തന്തയുടെ വകയല്ലെന്ന് പറയണം ഓർത്തഡോക്സ് സഭ. അങ്ങനെ വിശ്വാസികൾക്ക് എന്ന് പറയാൻ അപ്രകാരമുള്ള നട്ടലുണ്ടാവുന്നു. അന്ന് ഈ ലോഹത്തൊഴിലാളികളുടെ അഹങ്കാരം തീരത്തുള്ളൂ. ഇവന്മാര് നമ്മുടെ കൂതാശ പണിക്കുള്ള ബാല്യക്കാരാണെന്ന് വിശ്വാസികൾക്ക് എന്ന് മനസ്സിലാകുന്നു. ഇത് ഇവന്മാര് പല ഗ്രൂപ്പ് പിടിക്കും പള്ളികളിൽ വന്ന്. ഇന്നത്തെ അച്ഛന്മാരല്ല. പഴയ കാലത്ത് നമ്മുടെ പിതാക്കന്മാരെ 3 തരത്തിൽ തിരിച്ചറിയായിരുന്നു: തൊപ്പി, മീശ, കുപ്പായം. ഇന്ന് ഈ കോപ്പന്മാരെ ഒരു തരത്തിലും തിരിച്ചറിയത്തില്ല. ഇവരാരാ? ഇവർ നമ്മുടെ ജോലിക്കാരനാണ്. നമ്മുടെ കാര്യങ്ങൾ നടത്താനാണ് ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചത്, അച്ഛോ നിങ്ങളെ കണ്ടോണ്ടല്ല എൻ്റെ അപ്പനെ മലങ്കര സഭയെ ജനിപ്പിച്ച്, ഞങ്ങളെ കണ്ടോണ്ട നിങ്ങൾ പട്ടവേറ്റ് പള്ളിയോട് ജനമുണ്ട് നിഷേധിക്കാമെന്ന് ചോദിച്ചു. നിങ്ങളാരും ഞങ്ങളെ പഠിപ്പിക്കേണ്ട, ഞങ്ങൾ പഴയ അച്ഛന്മാരെ കണ്ടു തന്നെയാണ് വളർന്നത്. ഇന്ന് വരുന്ന യുവന്മാർക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, ഡിഗ്രി സെമിനാരി പഠിത്തം ഉണ്ടെന്നും പറഞ്ഞ് നമ്മളൊന്നുമല്ലാതാകുക. ഇവനൊക്കെ പറയുന്നതിന് ഞാൻ ഒരു അച്ഛനോട് പറഞ്ഞത്, അച്ഛോ കൊച്ചമ്മയും മക്കളും ചെലവ് കഴിയുന്ന എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് വിശ്വാസി ഉണ്ടാക്കിയ പള്ളി, ആ വിശ്വാസി ഉണ്ടാക്കിയ പള്ളിയില് കൂതാശപ്പണിക്ക് നമ്മളിരുത്തേക്കുന്ന നമ്മുടെ ബാല്യക്കാരന്മാരെ ഇവന്മാരെന്നുള്ളൊരു ബോധ്യം ഈ മൊണ്ണക്ക് എന്നുണ്ടാകുന്നു. അന്നേ ഇവന്മാരെ ചൊൽപ്പടി നിർത്താൻ പറ്റുള്ളൂ. 3 കൊല്ലം കഴിയുമ്പോൾ നീ അങ്ങ് പോകും. ഞങ്ങളെ ഇടവക്കാരൊന്നാ, ഞങ്ങളെ തടിക്കാൻ പറയണ്ട. ഞാൻ ഏതച്ഛൻ വന്നെന്ന് പറഞ്ഞാൽ ഇപ്പം മുന്നിൽ അവർക്ക് ക്ലാസ് കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഡോക്ടറേറ്റ് എന്നുള്ളവനല്ല. ഞാൻ സാധാരണ എന്നോടൊരു അച്ഛൻ പറഞ്ഞു എനിക്ക് വരുമാനം കുറവാണ്. ഞാൻ പറഞ്ഞു വേറെ പണി അറിയത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഞാനിപ്പം കൈ വെച്ച് പുറകോട്ട് നോക്കരുതെന്ന് പറഞ്ഞു. എന്നെ ഇവന്മാർക്കൊന്നും ഇഷ്ടമല്ല. പറഞ്ഞാൽ ഞാൻ ഇവന്മാരെ മൈരന്മാരുടെ കൈമുത്താൻ പോലും പോകത്തില്ല. കൈമുത്തെന്ന് പറയും ചെയ്യും, കുരിശിട്ട് തലയിലടിക്കും. ഞാനിതിന് പോകത്തില്ല. എൻ്റെ ഭാര്യ ഇവിടെ വരുന്നൊരു അച്ഛന്മാർ തന്നിടത്തിന് പറയും, അച്ഛാ എല്ലാ ആഴ്ചയിലും പള്ളി വരും, കൈമുത്താൻ വരത്തില്ല. നേരെ അമ്മ ഞാൻ പറച്ചോ കൈമുത്ത് എന്ന് പറയുകയും ചെയ്യും, കുരിശിട്ടടിക്കാൻ. എൻ്റെ തലയെ കുരിശടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആണ്ടിൽ 2 കുരിശ് മുത്തേ ഉള്ളൂ. ഒന്ന് ഉയർത്തെഴുന്നേറ്റ ശ്രീവായും, ഒന്ന് കവറടക്കുന്ന ശ്രീവായും. ഇത് ഞങ്ങൾ മുത്തിക്കോളാം. എന്നും നിങ്ങളുടെ കയ്യിരിക്കുന്ന കുരിശിന്റെ അടിയുള്ള ഞങ്ങൾ അത്ര ഭാഗങ്ങളല്ലെന്ന് പറയും. അല്ല, ഇതിന്റെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാല് നമ്മളെ യുവമാർ അടിമകളാക്കി യുവമാർക്ക് കീഴ്പ്പെട്ട് നമ്മൾ നിൽക്കുന്നു എന്ന് നമ്മളെ സൈക്കോളജിക്കലി ഈ നമ്മൾ തല ഇവന്റെ മുന്നിൽ കുനിക്കുമ്പം ഈ വേട്ടാവളിയന്റെ ഈ കൂതാശക്കുപ്പായ കുർബാന തൊഴിലാളിയുടെ അടിമയായെന്ന് നമ്മൾ മനസ്സാൽ നമ്മൾ സമ്മതിച്ചുകൊണ്ട് ഈ പണി ചെയ്യുന്നു. ആ അടിമത്തത്തിന്റെ അടയാളമാണെന്ന് മുണ്ണകൾ മനസ്സിലാക്കണം. ഞാൻ ഇവന്മാരെ ഒന്നും വകവെക്കത്തില്ല. ഞാൻ പറയാം, അച്ചോ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ ചങ്ങ് പോയിച്ചാൽ ഞങ്ങളെ നിങ്ങൾ നന്നാക്കണ്ട. പിന്നെ ഞാനായിരുന്നാ പറഞ്ഞാൽ ആ കാപ്പി ഒന്ന് ഊരി വെച്ചേച്ച് ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അയാളോട് ഞാനിതിന് വിട്ടുകൊടുക്കത്തില്ല. അവനെ അല്ല, ഊരി വെക്കുന്നുണ്ട്. ഇതിനകത്ത് എന്നാ പുട്ടായിരിക്കുന്നെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവന്റെ നമ്മൾ ഇതിനെയൊക്കെ ബഹുമാനിക്കുന്നത് ആ കുപ്പായത്തേലാന്ന് കണ്ടു. കുപ്പായത്തേലാണോ? അതൊക്കെയാണ് നമ്മുടെ ചിന്താഗതി. ആളുകൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇതിനകത്താണ് എന്തോ സംഭവം ഇരിക്കുന്നതെന്ന്. കുപ്പായമില്ലെങ്കിൽ ഇവൻ ആരാ? നമ്മളെ പോലൊരു വ്യക്തിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ നീയും പാളെ കിടന്നാ വളർന്നത്, നീയും പള്ളി മുറ്റത്ത് ഉണ്ടേലുള്ളൂ. അതായത് ഇവന്മാരുടെ ശൂന്യത മറയ്ക്കാൻ, ഇവന്മാരുടെ മ്ലേച്ഛത മറയ്ക്കാൻ ഇട്ടേക്കുന്ന ഒരു കർട്ടൻ, അതായത് ആ നാറിപ്പുഴത്ത സംഭവങ്ങൾ കാണാതിരിക്കാനുള്ള ഒരു കർട്ടൻ എന്ന് മാത്രം വിശേഷിച്ചാൽ മതി ഇതിനെ. അല്ലാതെ ഇതിനകത്തൊരു വിശുദ്ധമൊന്നുമില്ല. ഞാനിതെല്ലാം കാണുന്നവനാ, ദിവസവും ഞാനിത് കാണുന്നവനാ. എനിക്ക്
എതിരെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് അന്നേരം തിരുമേനിയാണെന്ന് പറഞ്ഞാലും നമ്മുടെ സെറാമ്പിയോട് ഉള്ളു അധികം അടുക്കാഞ്ഞത് എന്നാ അറിയാം. ക്ലീമസ് തിരുമേനി നമ്മുടെ SFS തിരുമേനിയോടൊക്കെ ശരിക്കും മറുപടി പറഞ്ഞിട്ടുള്ളവനാ. എന്നെ എന്താ ഉണ്ടാക്കാനാ? ഞാൻ പറഞ്ഞു നിങ്ങളെ കണ്ടോണ്ടല്ല എൻ്റെ അപ്പൻ എന്നെ ഈ സഭയെ ജനിപ്പിച്ച്, ഞങ്ങളുണ്ടായോണ്ടാ നിങ്ങൾ പട്ടവേറ്റ ജനം കൊണ്ട് പള്ളിയോട്ട് ചെന്നാൽ എന്നെ സേവിച്ചോളും. മര്യാദയ്ക്ക് ഇന്ന് അച്ചോ ഞാൻ വരുന്നുണ്ടേ അച്ഛനോട് പറയും, അച്ചോ ഇവിടെ ഗ്രൂപ്പൊന്നും പിടിക്കാൻ പോകരുത്, ഞങ്ങൾ ജനം ഒന്നാ. അച്ഛൻ 3 കൊല്ലം കഴിയുമ്പോൾ അച്ഛൻ്റെ ബോഡി തട്ടിപ്പോവും, ഗ്രൂപ്പ് വളർത്തിയിട്ട് പോകരുതെന്ന് പറയും. വരുന്ന ഉടനെ എൻ്റെ വീട്ടിൽ വരുന്നുണ്ടേ ഞാൻ പറയും. ഞാൻ ഇവന്മാരെ ഒന്നും മാനിക്കാനും തൊഴാനും പോകത്തില്ല. നമ്മളെ തിരക്ക് നമ്മുടെ വീട്ടിൽ വരും, പറയും ഇന്നടത്ത് ഇന്നാരുണ്ടച്ചോ എന്ന് പറയും. ആൾക്കാർ പറയും നമ്മളെ നോട്ടപ്പുള്ളിയാ. എന്നാൽ ജനങ്ങൾക്കെല്ലാം എന്നോട് ഇഷ്ടമാണ്. എനിക്കിത് കണ്ടപ്പം ഇന്ന് മോനെ വിളിച്ചത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊന്നും ഉറക്കം വരത്തില്ല. ഇങ്ങനെയും ആളുകൾ തുറന്നു പറയാൻ കാണിക്കണം. നമുക്ക് സന്തോഷം വരുന്നതെന്നറിയാവോ? പണ്ടൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പാതിരി പറഞ്ഞ അതിനപ്പുറത്തേക്ക് തിരുവായിക്ക് എതിർവായില്ല. അത് പണ്ടായിരുന്നു മോനെ. അന്നത്തെ അച്ഛന്മാർക്ക് ദൈവത്തോട് ഇന്ന് കണ്ടപ്പോ അവന്റെ മുന്നിലിട്ട് ആളുകൾ ചോദിക്കാനുള്ള ധൈര്യം കാണിച്ചു. സത്യം പറഞ്ഞാൽ ഇനി ആ അടി വീഴുന്നത് ആ കള്ള പാതിരിക്കട്ടായിരുന്നു. ഒരു 50 വർഷത്തിന് മുമ്പ് പട്ടമേറ്റ പുരോഹിതന്മാർക്ക് ദൈവത്തോടും സഭയോടും ജനത്തോടും പ്രതിബദ്ധതയുണ്ടായിരുന്നു. ഇന്നത്തെ ഈ കള്ളക്കഴവട്ടവന്മാർ വരുന്നവന്മാർക്ക് പണത്തോടുള്ള ഇതേ ഉള്ളൂ, ഗവൺമെന്റോട്. ഇവന്മാര് ഇവന്മാരുടെ തൊഴിലുറപ്പ്, അതായത് തൊഴിലുറപ്പ് പദ്ധതിക്ക് ഇറങ്ങിയേക്കുന്നതാണ് മാത്രം. ഇവന്മാർക്ക് ഒരു തൊഴിലുറപ്പും ഈ പറയുന്ന അഡ്രസ് ഇല്ലാത്തവർക്ക് ഒരു അഡ്രസ്സും ഇവന്മാർക്ക് ഒരു കുഴപ്പമില്ലാത്ത വീട്ടിൽ നിന്ന് ഒരു പെണ്ണും കിട്ടാനുള്ള ഒരു പരിപാടി എന്നുള്ളതല്ലാതെ ജമാഅത്തിനായി കഴിയുമ്പം എന്റെ ഭാഷ പറഞ്ഞാൽ ജമാഅത്തിനായി കഴിയുമ്പം കുട്ടി കൊടുത്ത പെണ്ണും ഡിഗ്രി അല്ല ജോലി, കുട്ടി കൊടുത്ത പെണ്ണ്, അല്ലാതെ ആർക്കും വേണ്ട. ഇവന്മാരെയൊക്കെ ആരാ മാനിക്കുന്നത്? ഞാൻ അച്ഛനായാലും ജമാഅത്തിനായാലും എതിർ കണ്ടു കഴിഞ്ഞാൽ അന്നേരം ഞാൻ പണ്ട് മുതലേ പള്ളിയിൽ പോകുന്നു, ഇന്നും പോകുന്നു, പോയിട്ട് വന്നു. പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്, ദൈവത്തെ വിളിക്കുന്നു. എനിക്ക് ഇതൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ വിളിച്ചതാ, അതിനു വേണ്ടി വിളിച്ചതാ. മോൻ അത്രയും തന്നതിൽ സന്തോഷം. യാത്രയ്ക്ക് പോകും, ദൈവത്തെ വിളിച്ച് യാത്രയ്ക്ക് പോകും. നമ്മൾ അച്ഛനെ വിളിച്ചിട്ടാ കാല് തെറ്റിയെന്നോ അച്ഛനെ വിളിച്ചിട്ടാ മറ്റൊന്നും സംഭവിച്ചെന്നോ ഒന്നും ചിന്തിക്കണ്ട. ഇവന്മാരോട് പറയാനുള്ള ഇവന്മാരുടെ മുഖത്ത് നോക്കി പറയണം. ഞങ്ങളുടെ ഇവിടെ ഒരു നായരുണ്ടായിരുന്നു, ഒരു കൊത്തയാ. അപ്പൊ അയാൾ പറയും അച്ഛനായാലും അണ്ണനായാലും തന്തരാതി കാണിച്ച കൊത്തപ്പാക്കാരനുണ്ടായിരുന്നു, പുള്ളി പറയായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവന്മാർ പോട്ടെ അച്ഛനല്ലയോ ഇവരൊക്കെ എന്തോ അച്ഛനാ? ജനങ്ങളെ കുത്തിക്കീറി തിന്നുന്നവനാണോ അച്ഛന്? എനിക്കത് കണ്ടിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛോ കാപ്പി ഒന്ന് മാറിയിട്ടോ അതിന്റെ മ്യൂസിക് ഓടിച്ചാൽ വെളിയിലിറക്കിയനെ. ഞാൻ എന്നെ കൊന്നാലും കൊള്ളാം, എന്നെ മുടക്കിയാലും കൊള്ളാം. ഇവരൊക്കെ എന്തോ മുടക്കാനും കൊണ്ട് അതുകൊണ്ട് അത്രയും തിരുമേനി കാണിച്ചു നോക്കുന്ന കണ്ടോ കടമനാട് അടൂര്. ഇവരൊക്കെ ഒരു ജൂലിയോസിനെ അറിയാമോ? ഞങ്ങളുടെ പള്ളി കയറ്റിയേക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജൂലിയോസിന്. ഇവരൊക്കെ എന്താ കാണിക്കുന്നത്, എന്തോ പറയുന്നത്, എന്തോ അമ്പലത്തിൽ പോയി ചന്ദ്രപ്പൂട്ടിട്ട് ഉണ്ണിയപ്പം തരിക, ആളെ പുറത്ത് കയറുക. ഇവരൊക്കെ എന്തോ ഇവനെയൊക്കെ നമ്മൾ എങ്ങനെയാ മോനെ കാണേണ്ടത്? അവരുടെ കുത്തംകുളത്ത് പള്ളിയിൽ ഒരു ചേർക്കര് ഗൾഫിലെ കണ്ടുപോയി 12 പേർക്ക് മധുവായി കയറ്റി ഒരു കുപ്പായി ഉറച്ചു കൊടുക്കുന്ന കണ്ടില്ലേ? ഞാനിതെല്ലാം കാണും പോലെ 12 കോടി ആയാലും 1 കോടി ആയാലും ഞാനിതെല്ലാം കണ്ടു. എനിക്ക് ആ സുനിൽ മാത്യുവിനെ വളരെ ഇഷ്ടമാണ്. ഏതായാലും ജനം മുണ്ണയല്ലെന്നുള്ളത് മനസ്സിലാക്കിയല്ലോ, നമ്മളെ മുണ്ണകളല്ല. നമ്മളെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ പറഞ്ഞു വിടും ദൈവത്തെ വെറുതെ പള്ളിയിൽ ചെന്ന് വഴക്കുണ്ടാക്കല്ലേ, ഉപയോഗത്തിൽ മിണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇരിക്കുന്ന പക്ഷേ മിണ്ടിപ്പൂ. എന്നെ പേടി, ഞാൻ വായിക്കുന്നൊന്നും എനിക്ക് വേണ്ട. ഞാൻ വിളിച്ച് പറയാനുള്ളത് ഇല്ല, വലത്തേക്ക് ആളൊക്കെ ഓങ്ങിയിട്ട് ഇടത്തെ ഞാൻ കാച്ചു. ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സ് മുതൽ കമ്മിറ്റി കയറി. ഈ വർഷവും കമ്മിറ്റിയിലുണ്ട്. ഈ വർഷം ഇറങ്ങി കൊടുത്തു. കാരണം മാർച്ച് 12 7 വയസ്സാവിനെയും മാറിയേക്കാമെന്ന് വിചാരിച്ചു. അത് അങ്ങനെ ഇറങ്ങിയതാ. ഇതൊക്കെ തന്നെയാണ് സഭാംഗങ്ങളായ ഒരു ശരാശരി വിശ്വാസിയുടെ പ്രതികരണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.